നോമ്പ് കാലഘട്ടം ശരിയായ ആത്മീകതയിലേക്കുള്ള മടങ്ങി വരവിന്റെ കാലങ്ങളാണ്. ശരിയായ ആത്മീകതയിലേക്കുള്ള മടങ്ങി വരവിന്റെ കാലം. ക്രിസ്തു പറയുന്ന ഒരു ഉപമയുണ്ട്. യെരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട ഒരു സാധാരണക്കാരൻ. അതുവഴിയായി ഒരു പുരോഹിതനും ഒരു ലേവ്യനും കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യന്റെ അരികിൽ കടന്നു പോകുവാനും മുറിവേറ്റവന്റെ മുറിവുകളെ കെട്ടുവാനും അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും അവനെ ഒന്ന് കരുതുവാനും ഇവർക്ക് കഴിഞ്ഞില്ല. മറ്റൊരർത്ഥത്തിൽ അവനെ കണ്ടിട്ട് ഇവരുടെ മനസ്സ് അലിഞ്ഞില്ല. എന്നാൽ അതുവഴി കടന്നുപോയ ഒരു ശമര്യക്കാരൻ ഈ മനുഷ്യനെ കണ്ടു, അവന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞു. അവൻ മനസ്സലിഞ്ഞ് അവന്റെ അരികിലേക്ക് ഇറങ്ങി, അവന്റെ മുറിവുകളെ കെട്ടി അവനെ വഴിയമ്പലത്തിൽ ആക്കുകയും അവനാവശ്യമായ സംരക്ഷണം നൽകുകയും ചെയ്തു. ഈ ഉപമയിലൂടെ കർത്താവ് പുരുഷാരത്തിന് നൽകുന്ന ഒരു വലിയ ചിന്തയാണ്. ശരിയായ ആത്മീകത എന്താണ്? ഈ നോമ്പിന്റെ നാളുകൾ കർത്താവിനോട് നാം ചേർന്നിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, ആത്മീകത എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നിന്നും അകന്നിരിക്കുക എന്നതല്ല, യഥാർത്ഥമായ മനുഷ്യത്വത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുക എന്നതാണ്. വേദനിക്കുന്നവന്റെ വേദന കാണുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സലിയുന്നുവെങ്കിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും ആ വിധത്തിൽ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അന്യന്റെ വേദനകൾ കണ്ട് മനസ്സലിയുന്നവരായി കരുണയുള്ളവരായിട്ട് മാറുവാൻ, വീണ് കിടക്കുന്നവന് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന നാളുകളായിട്ട് മാറുവാൻ, ബലഹീനന് ബലം പകരുന്ന നാളുകളായിട്ട് മാറുവാൻ, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറുന്ന നാളുകളായിട്ട് മാറുവാൻ ഈ നോമ്പിന്റെ കാലഘട്ടം കഴിയണം. ഈ നോമ്പ് കാലഘട്ടം ശരിയായ ആത്മീകതയിലേക്കുള്ള മടങ്ങി വരവിന്റെ കാലഘട്ടമായിട്ട് മാറട്ടെ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.